ഹലോ ഗായ്സ്, അപ്പോൾ അന്തമാൻ ട്രിപ്പിൻ്റെ സെക്കൻഡ് ഡേ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞങ്ങളിപ്പോൾ ഈ ഹോട്ടൽ വെക്കേറ്റ് ചെയ്യാണ്. ഈ ലാസ്റ്റ് ദിവസം ഇങ്ങോട്ട് വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ വേറൊരു ദ്വീപിലേക്ക് പോവുകയാണ്. ഇവിടുന്ന് ഒരു ഷിപ്പിലാണ് പോവുക. അപ്പോൾ വേറൊരു ദ്വീപിലേക്ക് പോകേണ്ടിയിട്ട് ഞങ്ങളിതാ ബോട്ട് ജെട്ടി എന്ന് പറയില്ലേ, അങ്ങോട്ടേക്ക് വന്നിട്ടുള്ള ഇതിലാണ് ഞങ്ങൾ പോവുക. അപ്പം ഇതിൻ്റെ ചാർജും എല്ലാം കൂടിയിട്ടാണ് ഒരാൾക്ക് 1200 അത്രയുണ്ട് ചാർജ്. അപ്പം ഇതിൽ കയറിയിട്ടാണ് വേറെ ഒരു ദ്വീപ്, അതിലേക്ക് പോയിട്ട് പിന്നെ അവിടെയാണ് ഇനി കറങ്ങാനുള്ളത്. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഷിപ്പിൽ ഇതിൽ കയറിയിട്ട് പോവാണ്. അപ്പം ഷിപ്പിൽ ആദ്യമായിട്ട് നടുക്ക് സീറ്റ് ആയതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായിട്ടില്ല. അറ്റത്തുമായിട്ടുള്ള സീറ്റുണ്ട്, അവിടെ ഭയങ്കര ഇങ്ങനെ ഇളകും, തലയും ഒക്കെ നമുക്ക് വോമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നടുക്കത് കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു ബെറ്ററാണെന്ന് തോന്നുന്നു. ഞങ്ങൾക്ക് ഫസ്റ്റ് ടൈം നടുക്കാണ് കിട്ടിയത്, അതുകൊണ്ട് കുറച്ചുകൂടി ബെറ്ററാണ്. പിന്നെ രാവിലെ തന്നെ ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഹോട്ടലിൽ നിന്ന് പാക്ക് ചെയ്ത്. ബ്രേക്ക്ഫാസ്റ്റ് അതിൻ്റെ കൂടെ കോംപ്ലിമെൻ്ററി ആണ്, ബാക്കി ലഞ്ചും ഡിന്നറൊക്കെ ഞങ്ങൾ തന്നെ വാങ്ങിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് അവരതുകൊണ്ട് പാക്ക് ചെയ്ത് തരുക, എന്നിട്ട് അവിടെ നിന്ന് കഴിച്ചു. പിന്നെ ഇത് ബോട്ടിൽ അവർ പറഞ്ഞു തരുന്നതാണ് ഇൻസ്ട്രക്ഷൻസൊക്കെ. അപ്പം ഇനിയിപ്പം വേറെ ദ്വീപിൽ പോയി ശരിക്കും പറഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഇത് കടലാണ്, അതിനുള്ളിൽ ഇരിക്കുമ്പോൾ നമുക്കങ്ങനെ വലിയ ഫീൽ ചെയ്യില്ല. ഞങ്ങൾ ബസ്സിൽ ട്രെയിനിൽ ഫ്ലൈറ്റിലൊക്കെ കയറിയുമ്പം അങ്ങനെ ഒരു ഫീലാണ്. പക്ഷെ പുറത്തേക്ക് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക, അയ്യോ ഇത് കടലല്ലേ, നടുക്കടലിലല്ലേ ഞങ്ങളുള്ളത് എന്നൊക്കെ മനസ്സിലാകുന്നത് അങ്ങനെയാണ്. പക്ഷേ അതും ഒരു എന്താ പറയുക, ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്, നല്ലൊരു രസമാണ്. കാരണം ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ചെറിയ രീതിയിലൊരു ബോട്ട് റൈഡ് അങ്ങനെയല്ലേ നടത്തിയിട്ടുള്ളൂ. ഇത് ഒരു ദ്വീപിൽ നിന്ന് വേറൊരു ദ്വീപിലേക്ക് പോവുക വെച്ചാൽ ഇതിന് ശേഷം 2 മണിക്കൂറോളം ഉണ്ട്. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് ട്രോളെന്നാണ് ബിനീഷേട്ടൻ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 2 മണിക്കൂറെങ്കിലും ബോട്ടിൽ ഇരുന്നിട്ടാണ് അടുത്ത ഇതിലേക്ക് പോകുന്നത്. അപ്പം എന്താ പറയുക, ശരിക്കും നല്ലൊരു ഇത് തന്നെയായിരുന്നു അത്. കാരണം ഒരു ദ്വീപിൽ നിന്ന് മറ്റൊരു ദ്വീപിലേക്ക് യാത്ര എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പോഴുള്ളൊരു ഇതും അതും കടലിൽ കൂടി യാത്ര ചെയ്ത് പോകുമ്പോഴുള്ളൊരു ഇതും ഫസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു. ഇനിയിപ്പോൾ ഇവിടെ നിന്നാണ് മറ്റ് റൈഡും ഒക്കെ ആരംഭിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഉള്ളിൽ തന്നെ നടുക്കടലിലും നമുക്ക് കോഫി, സ്നാക്സ് എല്ലാം കിട്ടുന്നുണ്ട്. അതന്നെ ഒരു ഭാഗ്യമല്ലേ, കടലിൽ നടുക്ക് ഇങ്ങനെയൊക്കെ കിട്ടുക വെച്ചാൽ. ഇത് ബാക്ക് സൈഡാട്ടോ. ഇത് കണ്ടാൽ മനസ്സിലാവും എത്ര സ്പീഡിലാണ് ഇത് പോകുന്നത്. പക്ഷെ അങ്ങനെ ഒരു ഫീൽ ചെയ്യില്ല. പക്ഷേ ഈ ബാക്കിൽ വന്ന് നിൽക്കുമ്പോഴാണ് മോനെ മനസ്സിലാവുക ഇത് എത്രയോ സ്പീഡിലാണ് ഇത് ഓടുന്നതെന്ന്. അപ്പോഴാണ് നമുക്കൊരു പേടി വരിക. ഇതിൽ ഡോറ് തുറക്കാൻ പറ്റും, ഒരാൾ വന്ന് തുറന്നായിരുന്നു. അപ്പം പെട്ടെന്ന് പേടിയായി, പിന്നെ അടച്ച് വെച്ച് അവിടെ തന്നെ നിന്നു. കാരണം നമുക്ക് ശീലമില്ലാത്തതല്ലേ, അതുകൊണ്ട് അതിനുള്ളിൽ തന്നെ ഇരിക്കുക ചെയ്താൽ വേറെ എങ്ങും പോയിട്ടില്ല. പിന്നെ ബിനീഷേട്ടൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തതായിരുന്നു ഞാൻ വീഡിയോ എടുക്കാൻ. അത് അങ്ങനെ ഇങ്ങനെ തലതിരിച്ചും മറിച്ചിട്ടൊക്കെ എടുത്ത്. പിന്നെ ഇതാ ഞങ്ങൾ ഏകദേശം തീരത്തോടടുത്ത് വരികയാണ്. ഒരുപാട് ബോട്ടുണ്ട് അവിടെയൊക്കെ നിർത്തിയിട്ടിട്ട് വെച്ചാൽ അവർ നിർത്തിയിടുന്നത് എങ്ങനെയാണല്ലോ, ഇങ്ങനെ ഒരുപാട് ബോട്ടുണ്ട്. ശരിക്കും ഇവരെ സഞ്ചാരം ഇത് തന്നെയാണെന്ന് തോന്നുന്നു. അവിടെ അങ്ങനെ എന്താ പറയുക, ചെറിയ സൈക്കിൾ പോലത്തെ വാഹനങ്ങളേ ഉള്ളൂ. പിന്നെ കാറുണ്ട്. നമ്മളെ ഈ ശരിക്കും ടൂറിസ്റ്റുകളാണ് മിക്കവാറും അവിടെ പോകുന്നത്. വേറെ അതിൻ്റെ ഉള്ളിൽ അത്രപാട് ജനസംഖ്യയൊന്നുമില്ല, ടൂറിസ്റ്റുകൾ മാത്രം. അവർക്ക് വേണ്ടിയിട്ടാണ് ശരിക്കും അവിടെ കടകളൊക്കെ തുറന്നതെന്ന് വേണമെങ്കിൽ പറയാം. കാരണം കടകളിലൊക്കെ ഇരട്ടി പൈസയാണ്, അതും ഒരു ഇതാണ്. പക്ഷേ അതും ചിലപ്പോൾ നമ്മൾ പറയുമ്പോഴേക്കും നടുക്കടലിൽ കിട്ടുന്നുണ്ടല്ലോ ഇത്രയും ഐറ്റംസ് എന്ന് പറയേണ്ടി വരും. അപ്പം ഇത് നമ്മൾ ഏകദേശം അതിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനോട് അടുക്കുമ്പോഴാണ് മനസ്സിലായത് നല്ല മഴയായിരുന്നു. അവിടെ എത്തലും ഭയങ്കരമായ മഴ എന്ന് വെച്ചാൽ കുറേ പേര് അതിൻ്റെ ഉള്ളിൽ തന്നെ നിന്നു. പിന്നെ അവർ ഇറങ്ങേണ്ട സമയമായി, അടുത്തവർക്ക് തിരിച്ചങ്ങോട്ട് പോകണമല്ലോ, അപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളൂ. അത്രയ്ക്കും മഴയായിരുന്നു. മഴ കൊണ്ട് തന്നെ കുറേ നേരം അതിനകത്തുള്ള തന്നെ വെയിറ്റ് ചെയ്യേണ്ടി വന്ന്. പിന്നെ ഞങ്ങളും പതുക്കെ ഇറങ്ങണോ വേണ്ടിയോ, കാരണം കുടയൊന്നും എടുക്കാണ്ടാണ് പോയത്. ഒന്നാമത് കുട എടുത്തില്ല, ഞങ്ങൾക്കറിയില്ലായിരുന്നു മഴ ഉണ്ടാവുമെന്ന്. പക്ഷേ ഞങ്ങൾ പോയ ദിവസങ്ങളെല്ലാം മഴയുണ്ടായിരുന്നു. അന്ന് നല്ല മഴയായിരുന്നു. അവിടെ
അറിയുന്നവർ കുറേ പേര് കുട എടുത്തിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങളും ഇറങ്ങി, ഫുള്ള് നനഞ്ഞ്, എന്തായാലും മഴത്തിറങ്ങാണ്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പം നെക്സ്റ്റ് ഒരു ഹോട്ടലാണിത്. ഇവിടെ ഒരു കോട്ടേജ് പോലത്തെ സ്ഥലമാണ്. അപ്പം ഹാവ്ലോക്ക് എന്നാണ് ഹോട്ടലിൻ്റെ പേര്. അപ്പോൾ അവിടെ പോയിട്ട് പെട്ടെന്ന് ഡ്രസ്സ് മാറണം, എന്തായാലും എല്ലാവരും നനഞ്ഞിട്ടാണ് ഉള്ളത്. ഡ്രസ്സ് മാറിയിട്ട് അടുത്ത സ്കൂബ ഡൈവിംഗ് ആണ് അടുത്ത പരിപാടി. പറഞ്ഞാൽ ഇതാണ് ആ കോട്ടേജ്, മീൻസ് ഹോട്ടൽ. അതിൻ്റെ തൊട്ടപ്പുറം തന്നെ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്. പിന്നെ കടലിൽ പോന്നാൽ നമുക്ക് എന്തിനും സ്വിമ്മിംഗ് പൂളെന്ന് ചോദിച്ചാൽ അതൊരു രസമാണ്. അപ്പോൾ വന്നു കഴിഞ്ഞിട്ട് അതിലും കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് കോട്ടേജ്, നല്ല ഭംഗി, അടിപൊളി സ്ഥലമായിരുന്നു അത്. എന്തോ നല്ലൊരു ഫീലായിരുന്നു അവിടെ നിൽക്കുമ്പോൾ. അതാണ് ഹാവ്ലോക്ക് എക്കോ റിസോർട്ട്സ് ആണ്. പിന്നെ ഇവിടെ നിന്ന് ഇനി സ്കൂബ ഡൈവിങ്ങിന് വേണ്ടിയിട്ട് പോവാണ്. ഇവരെഴുതുന്നത് എന്തെന്ന് വെച്ചാൽ ഡൈവ് ചെയ്യുമ്പോഴുള്ള സമ്മതപത്രം. നൈസ് പോകുന്നുണ്ട്, നൈസ് മൈനറാണ്. അപ്പോൾ നമ്മുടെ സൈനൊക്കെ വേണം. മറ്റ് അസുഖങ്ങളോ ഫിക്സ് പോലത്തെ അസുഖങ്ങളോ ഒന്നും ഇല്ലയെന്ന് അവർക്ക് എഴുതി കൊടുക്കണം. ഇയാൾ ഒരു മലയാളി കേട്ടോ, കൊല്ലംകാരനാണ്, മലയാളിയാണ്. അവിടെ കുറേ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോയെന്ന് പറഞ്ഞു. അപ്പം ഇതാണ് അതിൻ്റെ ഡ്രസ്സ്, നൈസും. പിന്നെ അനു ആദ്യം പോയത് രണ്ടുപേരായിട്ട് കൊണ്ടുപോകത്തുള്ളൂ. അപ്പോൾ അതിനുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയാണ് അവർ. അവിടെ സംസാരിക്കാം, കടലിനടിയിലേക്കല്ലേ പോകുന്നത്, അപ്പോൾ സംസാരിക്കാൻ പാടില്ല, പറ്റില്ലല്ലോ. അപ്പോൾ ആംഗ്യ ഭാഷ അവർക്ക് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഓക്കെ ആണോ നോട്ട് ഓക്കെ ആണോ അതെല്ലാം കയ്യിനെ കൊണ്ട് മാത്രം ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം 2 ഗൈഡാണ് അവരെ കൂടെ പോവുക. ഒന്ന് നമ്മുടെ മലയാളിയും പിന്നെ വേറൊന്ന് ഒരു ഹിന്ദിക്കാരുണ്ട്, അങ്ങനെയാണ് അവരെ കൂടെ പോകുന്നത്. ഇതിപ്പോൾ കൊണ്ടുപോകുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് അവർക്ക് ഒന്ന് ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത്. ഏകദേശം ഒരു 30 കിലോമീറ്ററോളം ബോട്ട് പോയിട്ട് അവിടുന്ന് ആഴുള്ള സ്ഥലം നോക്കിയിട്ടാണ് കടലിലേക്ക് ഇവരെ തള്ളിയിടുക തന്നെ പറയണം. കാരണം കാല് കുതിച്ചിട്ട് ഒറ്റ ഇടലായിരുന്നു എന്നാണ് നൈസ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ തന്നെ കടലിലേക്ക് തള്ളിയിടുക. അപ്പോൾ ഞങ്ങൾ അവരെ ഫോളോ ചെയ്യാണ്. കാരണം അവർ 2 പേര് പോയി കഴിഞ്ഞ് പിന്നെ ഏകദേശം ഒരു 2 മണിക്കൂറാണ് അവർ പറഞ്ഞ സമയം. കാരണം ബോട്ട് നടക്കടയിലെത്തുന്നതിന് ഒരു 30 കിലോമീറ്ററോളം ഉണ്ട് ദൂരം. പിന്നെ അതിനിടയിൽ ഇവർക്ക് കുറച്ച് 15 കിലോമീറ്റർ അടുത്തും ഒരു ട്രെയിനിങ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് മാത്രമേ അവരെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നുള്ളൂ. അപ്പം പറയുന്നത് വെച്ചാൽ ഓർണമെൻറ്റ്സ് പോലത്തത് ഒന്നും കടലിൽ പോയാൽ കിട്ടില്ല, അതാണ് പറയുന്നത്. ഇടുന്നതിന് പ്രശ്നമില്ല, പക്ഷേ കടലിൽ പോയാൽ കിട്ടത്തില്ല. അതുകൊണ്ടെല്ലാം അഴിച്ച് വെച്ചിട്ട് പോകണം. പിന്നെ ഇതിനുള്ള ചാർജ് പറഞ്ഞാൽ ഒരാൾക്ക് 5500 ആണ് പെർ പേഴ്സൺ വരുന്നത്. എത്ര പൈസ ആയാലും കടലിനടിയിൽ കാണണമെങ്കിൽ കൊടുത്തല്ലേ പറ്റൂ. അപ്പം അതൊരു എക്സ്പീരിയൻസ് ആണല്ലോ. പിന്നെ ഇവിടെയുണ്ട് ഒരു സമ്മതപത്രം. നമ്മുടെ നൈസുവിന് മൈനറായതുകൊണ്ട് പാരൻസിൻ്റെ സിഗ്നേച്ചർ വേണോ പറഞ്ഞു. അപ്പോൾ സൈനിട്ട് കൊടുത്തു. അപ്പോൾ ഇവരിങ്ങനെ കൊണ്ടുപോവാണ്. ബോട്ടിൽ കയറ്റിയിട്ട് നടുക്കടലിലെത്തിയിട്ട് ഡൈവ് ചെയ്യുക. അപ്പോൾ അവരെ കൊണ്ടുപോയ സമയത്ത് നമുക്ക് പിന്നെ സമയം സ്പെൻഡ് ചെയ്യണം. ഏകദേശം 2-2.5 മണിക്കൂറാവും. അപ്പം ഞങ്ങളൊരു ഹോട്ടലിൽ കയറി ജസ്റ്റ് ഒരു ഡ്രിങ്ക്സൊക്കെ കഴിച്ച് അവിടെ നല്ല ഫിഷസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ ഒന്ന് ട്രൈ ചെയ്തു. അപ്പം അങ്ങനെ ആ സമയം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തു. അവർ വരും വരെ ഇതാണ് സംഭവം. ഇതിപ്പോൾ മിനിഷേട്ടൻ പോയതിൻ്റെ വീഡിയോ ആണ്. ഫോട്ടോഗ്രാഫർ കൂടെ പോകും കേട്ടോ, ഫോട്ടോഗ്രാഫർ ഉണ്ടാവും. ഫോട്ടോസൊക്കെ ഞങ്ങൾക്ക് അയച്ചു തരും. ഫോട്ടോഗ്രാഫറാണ് ഇപ്പോൾ ഈ വീഡിയോ എടുത്തത്. ഇതിന് പോയ വീഡിയോഗ്രാഫറാണ്. ഇപ്പം ഇങ്ങനെയാണ് തള്ളിയിടുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പൊങ്ങി വരും. പിന്നെ നമ്മുടെ ഗൈഡ് ഓക്സിജൻ സിലിണ്ടറിൽ അടക്കം താഴോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുക. അപ്പോൾ അവർ പറയാച്ചാൽ നീന്തലറിയുന്ന ആളായിക്കോട്ടെ നീന്തലറിയാത്ത ആളായിക്കോട്ടെ നീന്താൻ നിൽക്കണ്ട, കാലിട്ടടിക്കാൻ നിൽക്കരുത്. കാരണം അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ അനങ്ങാതെ നിൽക്കുക. അവരെല്ലാം കാണിച്ചു തരും. ഫോട്ടോഗ്രാഫർ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കും. മീനുള്ള സ്ഥലത്ത് തന്നെ അവർ കൂടുതൽ മീനും പവിഴപ്പറ്റും എല്ലാം കാണാൻ പറ്റും. അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അപ്പം ഇത് വിനീഷേട്ടനാണ്. നൈസുവിൻ്റെതും ഉണ്ട്. ഞാൻ പിന്നെ ആരെങ്കിലും ഒരാളെ ഇട്ടാൽ മതി. ഉണ്ട് മോള് പോയതൊക്കെ ഉണ്ട്. അപ്പം ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പം എല്ലാവരതും കൂടിയിട്ട് ഒരുമിച്ച് എഡിറ്റ് ചെയ്തതാണ്. അവർ പോയി വന്നതിന് ശേഷമാണ് ഇവരൊക്കെ പോയത്. അപ്പം ഇത് നല്ല അടിപൊളിയായിട്ട് മീനും കളർ മീനും എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. അപ്പം അതിനുള്ള പറഞ്ഞല്ലോ ആംഗ്യഭാഷ മാത്രമേ പറ്റത്തുള്ളൂ.
ശ്വാസം എടുക്കുന്നതിനും എല്ലാം അവർ പറഞ്ഞു കൊടുത്ത മാതിരി മുകളിലോട്ട് പോകണ്ടെങ്കിൽ കൈ വെച്ചിട്ട് മുകളിലോട്ട് എന്നിങ്ങനെ ഒരു ചിഹ്നമുണ്ട്, അത് കാണിക്കുക. അങ്ങനെയാണ് അവർക്ക് മനസ്സിലാകത്തുള്ളൂ നമ്മൾ എനിക്ക് എന്താ വേണ്ടത്, എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ അതൊക്കെ. നോട്ട് ഓക്കെ ആണെങ്കിൽ അങ്ങനെ ഒരു ഇത് ഐഡൻറ്റിഫിക്കേഷൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അവർ ട്രെയിൻ ചെയ്യും, നന്നായി ട്രെയിൻ ചെയ്ത്. ആ ട്രെയിൻ ചെയ്യുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഭയം വരിക. അവർ പറയും, പക്ഷേ ഉള്ളിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ വല്ല തോതിലില്ലെന്നാണ് പറയുന്നത്. അപ്പം മോന് പോകാൻ പറ്റത്തില്ല. മോന് 12-13 വയസ്സിൽ മുകളിലുള്ള കുട്ടിയൊക്കെ പോകാൻ പറ്റും. മോന് 9 വയസ്സാകുന്നുള്ളതുകൊണ്ട് മോൻ്റെ കൂടെ ഞാൻ നിന്ന്. പിന്നെ എല്ലാവരും പോകുമ്പോൾ അവന് ഭയങ്കര ആഗ്രഹമാണ് പോകണമെന്ന്, പക്ഷേ പോകാൻ പറ്റില്ല പറഞ്ഞു. അതുപോലെ തന്നെ അവന് വലിയ വലിയ റൈഡിലൊന്നും ഏകദേശം പോകാൻ പറ്റിയിട്ടില്ല, കാരണം ചെറിയ കുട്ടിയായതുകൊണ്ട്. പിന്നെ കടലല്ലേ, അതുകൊണ്ട് അങ്ങനെ പോകാൻ പറ്റത്തില്ല പറഞ്ഞു. ഇതൊക്കെയാണ് കടലിനടിയിലുള്ള കാഴ്ചകൾ. ഇതൊക്കെ നേരിട്ട് കാണാനൊരു ഭാഗ്യമാണല്ലേ. അപ്പം അതിന് കുറേ ധൈര്യവും വേണം. അപ്പം ഇത് ഒരു പൈസ ഉണ്ട്, 500 ഉണ്ട് ഒരാൾക്ക്. എന്നാലും സാരമില്ല, ഇതൊക്കെ കാണാൻ പറ്റില്ല, അതെല്ലാം ഒരു ഭാഗ്യമല്ലേ. അപ്പോൾ നൈസു ഭയങ്കര ധൈര്യമായിരുന്നു. നൈസുവിന് അവൾ അത്രയും ഞങ്ങളോട് ഇങ്ങോട്ട് പറഞ്ഞു, ഞാൻ പോവാം, എനിക്ക് കാണണോ, അങ്ങനെ പറഞ്ഞിട്ട് അവൾ പോയത്. അപ്പം അവളെ ധൈര്യം ശരിക്കും സമ്മതിച്ചേ പറ്റൂ. കുറച്ചൊക്കെ കണ്ണിൽ ഉപ്പ് വെള്ളമാകുമ്പോൾ നമുക്ക് കണ്ണ് എരിയുമല്ലോ, ആ ഒരു വല്ലാത്ത പ്രശ്നം ഉണ്ടായിരുന്നു. ഇത് നൈസുമാണ്. കണ്ണിൽ ഉപ്പ് വെള്ളം കയറുമ്പോഴുള്ള വല്ലാത്തൊരു ഉണ്ടെന്ന് പറഞ്ഞ്. പിന്നെ മൂക്കിൽ കുറച്ച് വെള്ളമൊക്കെ കയറിയായിരുന്നു എന്ന് പറഞ്ഞു. അതെന്തായാലും ഉണ്ടാവും. ജസ്റ്റ് തല മൊത്തം, ഞങ്ങൾ എത്രയോ അടി താഴേക്കാണല്ലോ പോകുന്നത് കടലിൻ്റെ. അപ്പം കുറച്ച് നേരത്തേക്ക് ശ്വാസം മുട്ടുന്ന പോലെയും തലവേദന എടുക്കുന്ന പോലെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാലും ഇതൊക്കെ കാണാൻ പറ്റി. അതൊക്കെ തൊട്ട് നോക്കിക്കോളുന്നാണ് പറയുന്നത്. അവർ മീനിനെ കൈ കൊണ്ടുതരും, കയ്യിൽ പിടിക്കാൻ പറ്റുന്ന വിധത്തിൽ ചെയ്ത് തരുന്നുണ്ട്. പിന്നെ ഫോട്ടോസ് നല്ലോണം എടുത്തിട്ടുണ്ട്, നല്ല രീതിയിൽ തന്നെ ഫോട്ടോസൊക്കെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു 10-50 ഫോട്ടോസെങ്കിലും എടുത്തിട്ട് അത് നമ്മൾ അപ്പം തന്നെ നമുക്ക് ഫോണിലേക്ക് അവർ സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ വീഡിയോസും ഫോട്ടോസും എല്ലാം അവർ ഓരോരുത്തരെയും ഓരോ പോസായിട്ട് നിർത്തിച്ചിട്ട് തന്നെ നിർത്തിച്ചിട്ട് മീൻസ് അതിനുള്ളിൽ തന്നെ എടുക്കുന്നുണ്ട്. അതൊരു നല്ലൊരു ഫോട്ടോഗ്രാഫറെ കൊണ്ട് നല്ല വിറ്റാണ്. തങ്കച്ചി അങ്ങനെ വിളിക്കുന്നത്. അവർക്കത് മാത്രമേ തങ്കച്ചി. അവനെ അന്തമാനിലുള്ളതാണ്. പക്ഷെ അവിടെ ശരിക്കും പറഞ്ഞാൽ തമിഴും ഉണ്ട്, ഹിന്ദി ഉണ്ട്, പഞ്ചാബിയും പറയുന്നുണ്ട്, അങ്ങനെ പലതരം ഭാഷകളുണ്ട്. അപ്പോൾ നൈസുവിന് കുറച്ചൊരു മൂക്കിൽ വെള്ളം കയറിയപ്പം അവൾ ഇതാണ് ആംഗ്യം കാണിക്കുന്നതാണ് ഇത്. അപ്പം ഇതാണ് ഇത് കണ്ടോ, മൂക്കിൽ വെള്ളം കയറി. അപ്പം അവൾ നോട്ട് ഓക്കെ പറഞ്ഞതാണത്. പിന്നെ ഇങ്ങനെ ഇപ്പോൾ കാണിച്ചതുണ്ടല്ലോ, അത് മുകളിലോട്ട് പോകണമെന്നാണ് പറഞ്ഞത്. എന്നിട്ട് പിന്നെ കുറച്ചൊരു ഇതായിട്ട് താഴോട്ട് വരും. അപ്പം ഇങ്ങനെ ഇവൾ ശരിക്കും കാലുകൊണ്ട് നീന്താൻ നോക്കുന്നുണ്ട്, പക്ഷെ അങ്ങനെ നീന്തരുതെന്നാണ് പറയുന്നത്. കുഴപ്പമില്ല, അവൾ ചെറിയ കുട്ടിയാണ്ട് മാനേജ് ചെയ്യാൻ പറ്റും. വലിയ വലിയ ആൾക്കാരാകുമ്പം നീന്തൽ അറിയുന്നവരായാലും അനങ്ങാതെ നിൽക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് പിന്നെ അവൾ കുറച്ച് മേലോട്ട് പോയി, പിന്നെ വീണ്ടും താഴോട്ട് വന്ന്. അപ്പം എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ തിരിച്ച് ബോട്ട് അവിടെ തന്നെ ഉണ്ടാവും, നമ്മൾ വരുന്ന വരെ ബോട്ട് അവിടെ വെയിറ്റിംഗ് ആയിരിക്കും. അതിനൊരു ഡ്രൈവർ ഉണ്ടാവും, പിന്നെ ഇവരെ കൂടെ പോയ ഗൈഡ് ഉണ്ടാവും. പിന്നെ രണ്ടുപേരും മാത്രമേ കൊണ്ടുപോകത്തുള്ളൂ. 2-ൽ കൂടുതൽ ആൾക്കാരെ കൊണ്ടുപോയാൽ സ്വാഭാവികമായിട്ട് കുറവാണ്. രണ്ടുപേരായിരിക്കും മിക്കവാറും. ചിലപ്പം 2 കൂടുതൽ ആളുണ്ടെങ്കിൽ അവരെ ബോട്ടിൽ നിർത്തിച്ചിട്ട് ഇവരെ ചെയ്തതിന് ശേഷം മാത്രമേ മറ്റുള്ളവരെ കൊണ്ടുപോവുള്ളൂ. അപ്പം പിന്നെ തിരിച്ച് ബോട്ടിൽ തന്നെ തിരിച്ച് കൊണ്ടുവരും. അപ്പോഴത്തേക്ക് നല്ല കിടുകിടാ വർക്കും. കാരണം അത്രയും അടിയിൽ പോയി മുകളിലോട്ട് വന്നിട്ട് ബോട്ട് വെച്ച് അത്രയും സ്പീഡിൽ ഓടുന്നതാണല്ലോ. അപ്പം നല്ല തണുപ്പും വറക്കുന്നുണ്ടായിരുന്നെന്ന് പറഞ്ഞു നൈസു. എന്നാലും നൈസുവിൻ്റെ ധൈര്യം ഭയങ്കര തന്നെയാണ്, അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. പിന്നെ ഇതൊക്കെ തന്നെ കടലടിയിൽ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ സിനിമയിലും എല്ലാം കണ്ടിട്ടല്ലേ ഉള്ളൂ, പാട്ട് സീനിലൊക്കെ. അത് ശരിക്കും കടലിനടിയിൽ തന്നെ കാണാൻ പറ്റുക വെച്ചാൽ അതൊരു ഭാഗ്യം തന്നെയാണ്. അപ്പം ഇങ്ങനെ ഓരോരുത്തരെയും കൊണ്ടുപോയ വീഡിയോസാണിത്. ശരിക്കും നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ്. അതായത് ഇതിപ്പോൾ അന്തമാനിൽ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഇത് എന്തായാലും ട്രൈ ചെയ്യണം. കാരണം വെച്ചാൽ ഞാൻ ഇന്നലെ കുറച്ച് വീഡിയോസ് ഇട്ടതിൽ 1-2 ആൾക്കാരും പറഞ്ഞിരുന്നത് ഈ ബോട്ടിങ്ങിനാണോ അങ്ങോട്ട് പോയത്, നമ്മൾ പറശ്ശിനിക്കടവിലും ഇല്ലേത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നുമല്ല, ഇതൊക്കെയാണ് കാണാനിരിക്കുന്നത്. ഇതൊക്കെയാണ് നല്ല അടിപൊളി കാണേണ്ടത് തന്നെ എന്നും പറയാം. പിന്നെ
എന്താ പറയുക, ഇത് അനുവാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണെന്ന് തന്നെ പറയാം. അവർ നല്ലതായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു മലയാളി കൂടി ഉണ്ട്. മലയാളികൾ ഇനി എവിടെ ഉണ്ടാവില്ല, അതുകൊണ്ട് ഒരു മലയാളിയെ അവിടെ വെച്ച് കണ്ടു കിട്ടി. അവനവിടെ തന്നെയാണ് താമസം എന്ന് പറഞ്ഞു. ഇതിപ്പം വന്നു കഴിഞ്ഞിട്ടുള്ള ചില രംഗങ്ങളാണ്. എന്നാലും ഏകദേശം ഒരു 2-2.5 മണിക്കൂർ അതിലായിരുന്നു. പിന്നെ പോയപ്പോൾ തന്നെ അച്ഛനും മോനും വെള്ളത്തിൽ, അവന് സ്കൂബ ഡൈവിങ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവനെ നേരെ സ്വിമ്മിംഗ് പൂളിലിട്ട് കളിപ്പിച്ചതാണ്. എന്തേലും വേണമല്ലോ, അവന് ഭയങ്കര സങ്കടമായിരുന്നു പോകാൻ പറ്റാത്തതുകൊണ്ട്. അപ്പോൾ ഞാൻ പോവാത്തതുകൊണ്ട് കണ്ടപ്പം ഇഷ്ടമായി. ഇതാണ് രാധാനഗർ ബീച്ചാണ്. അത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വൈകിട്ട് സൺസെറ്റ് കാണണമെന്ന് പറഞ്ഞ് പോയതാണ്. ശരിക്കും പറഞ്ഞാൽ സൺസെറ്റൊക്കെ നമ്മുടെ പയ്യാമ്പലം ബീച്ചിലൊക്കെ ഉണ്ട്. എന്നാലും ഇവിടുത്തെ കടലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തിരമാലകൾ കുറവാണ്, പിന്നെ നല്ല കളർഫുൾ കടലുമാണ്. ശരിക്കും നമ്മൾ ഈ സീനറിയിലൊക്കെ കാണുന്ന അതേ ഫീലുള്ള കടൽ. അത്ര വലിയ തിരമാലയില്ല, കുറവാണ്. പിന്നെ ഇവിടെ ഇപ്പം സൺസെറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് വന്നത്, പക്ഷേ കാലാവസ്ഥ നല്ല മോശമായിരുന്നു. മഴക്കാരൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വലിയ സൺസെറ്റൊന്നും കാണാൻ പറ്റിയില്ല. ചെറുതായിട്ട് നമ്മളെ സമയം മാറിപ്പോയോ എന്നൊരു സംശയം ഉണ്ടായി, കാരണം കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിട്ടില്ല. പിന്നെ അവിടെ നിന്ന് ജസ്റ്റ് 1-2 ഫോട്ടോസൊക്കെ എടുത്തിട്ട് തിരിച്ചു വരിക. കാരണം ബീച്ച് നമ്മൾ കാണുന്നതല്ലേ, പിന്നെ കുറച്ച് നേരം ബീച്ചിൽ കളിച്ചു. അതായത് ഇത്രയും ശാന്തമാണ്, അത്രയേ ഉള്ളൂ തിരമാല. വലിയ രീതിയിൽ തിരമാല ഒന്നുമില്ല, പക്ഷെ എന്താ വലിയ കടലാണ്. പിന്നെ രാത്രി ഞങ്ങൾ കുറച്ച് നേരം കൂടി സ്വിമ്മിംഗ് പൂളിൽ പോയി. രാത്രി നല്ല രസമാണ് കേട്ടോ സ്വിമ്മിംഗ് പൂളിൽ. അങ്ങനെ പിന്നെ ഫുഡ് കഴിക്കണം, പിന്നെ ഒന്ന് ഉറങ്ങണം. പിന്നെ പിറ്റേന്ന് രാവിലെ ആദ്യം റൈഡുണ്ട്. അപ്പം ഓക്കെ, നാളത്തെ വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ബൈ.